ഓരോ സിനിമ കഴിയുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ്. ഈ സിനിമയിലുള്ള പ്രശ്നമായിരിക്കില്ല അടുത്ത സിനിമയിൽ. അപ്പം ഈ ക്രൈസിസ് ഹാൻഡിൽ ചെയ്ത് കിളി പോയ അവസ്ഥയിലായി ഞങ്ങൾ ഇഷ്ടപ്പെട്ടൊരു കഥയാണല്ലോ സ്ക്രീനിൽ വരുന്നത്. ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെടുക്കുകയല്ല കഥ. ആ സിനിമകൾ നന്നായി വരുമ്പോൾ അത് പ്രൊഡ്യൂസറിൻ്റെ ഒരു നല്ല ഡിസിഷൻ ആണല്ലോ. ഇവർ പൈസ മുടക്കിയാൽ പോരെ, ഇവരെന്തിനാ ഈ വേണ്ടാത്ത എന്നുള്ളതാണ് അവർക്ക് പ്രശ്നം. ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ ഇടപെടാറുണ്ട്, അത് പറയും. 5 ലക്ഷം രൂപയ്ക്കാണ് ആട് എന്ന് പറഞ്ഞ സിനിമ OTT കൊടുത്തത്. അന്ന് നമുക്കറിയില്ല, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ആ സമയത്ത്. എന്നിട്ട് നമ്മളൊരു നമ്മൾ മാത്രം കൊടുത്തു 5 ലക്ഷം രൂപ. വീട്ടിൽ നമ്മളെ എല്ലാ സ്ത്രീകളെയും വരി എല്ലാ ജോലികളും ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ സെറ്റ് പോയാൽ വലിയ പ്രൊഡ്യൂസറായിട്ട് ഇരിക്കും, ഒരു ചായ കടി എന്നൊക്കെ പറയും. പക്ഷേ വീട്ടിൽ വന്നാൽ സ്വന്തം തന്നെ എടുത്ത് കഴിക്കണം. നമ്മൾ എല്ലാ ഡയറക്ടേഴ്സിനും ഇവർക്കും വിട്ടുകൊടുക്കരുത്. ചിലത് നമ്മൾ പറയുന്നത് നമ്മൾ നോർമൽ ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഹാപ്പി വിമൻസ് ഡേ. ശരിക്കും നമുക്ക് മലയാളികൾക്ക് വളരെ പ്രൗഡ്ലി പറയാൻ പറ്റുന്ന നമ്മുടെ മലയാളത്തിലെ വളരെ പ്രസിദ്ധരായിട്ടുള്ള 3 പ്രൊഡ്യൂസേഴ്സ്, നിർമ്മാതാക്കൾ, സ്ത്രീകളായിട്ടുള്ള നിർമ്മാതാക്കളെ കൊണ്ടാണ് ഇന്ന് ക്ലബ് എഫ്എമ്മിലൂടെ ഞാൻ എത്തിയിരിക്കുന്നത്. RJ വിജിതയാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 പേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഒരുപാട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, കാരണം അവരുടെ സിനിമകളൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഒരുപാട് ഇഷ്ടത്തോടു കൂടി സോഫിയ മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വെൽക്കം മാം. താങ്ക് യു. ആൻഡ് ഷെനുക മാം, വെൽക്കം. ആൻഡ് പ്രിയപ്പെട്ട സാന്ദ്ര, താങ്ക് യു. അപ്പോൾ 3 നിർമ്മാതാക്കൾ ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സ്ത്രീകൾക്കൊക്കെ നിങ്ങളൊരു മോട്ടിവേഷനാണ്. ഓക്കെ, ഇവരെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് കാര്യങ്ങൾ എന്നൊക്കെ ചിന്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾ ഒരുപാട് മേഖലകളിൽ മുന്നിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്. സോ ആദ്യം തന്നെ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലേക്ക് എത്തിയത്? അല്ലെങ്കിൽ എന്തായിരുന്നു തുടക്കം? ഞാനൊരു പ്രൊഡ്യൂസർ ആവാം എന്നുള്ളതിൻ്റെ തുടക്കം നമ്മൾ ആരെന്ന് തുടങ്ങാം? പാരമ്പര്യമായിട്ട് ആ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കട്ടെ, PVG എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് മലയാളത്തിന് ഒരിക്കലും, മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഇളമുറക്കാരിയാണ്, 3 സിസ്റ്റേഴ്സ് അല്ലേ? അതെ അതെ. അപ്പോൾ മാം പറയൂ, എങ്ങനെയാണ് ഞാനും പ്രൊഡ്യൂസർ ആയേക്കാം? അല്ല, ആക്ച്വലി ഞങ്ങൾ അച്ഛൻ 24 പടങ്ങൾ എടുത്തപ്പോഴും ഒക്കെ നമ്മൾ ആ ടൈമിൽ അങ്ങനെ പൂർണ്ണമായിട്ടും അതിലേക്ക് ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തു നിന്ന് കണ്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ കല്യാണം അങ്ങനെയൊക്കെ പോയി. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും കൂടി. പിന്നെ എന്തുകൊണ്ട് അച്ഛൻ്റെ ഇത് തന്നെ ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ വന്നു. അങ്ങനെ അതേ ലൈനിൽ തന്നെ. പക്ഷെ ഞങ്ങളതായ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, S-Cube. S-Cube ഞങ്ങൾ 3 സിസ്റ്റേഴ്സാണ്. ഞാൻ മൂത്താൾ ഷനൂക, ഷിഗ്ന, ഷേഗ. ഈ പേരിൻ്റെ തുടക്കം വെച്ചിട്ട് S-Cube. അങ്ങനെ തുടങ്ങിയതാണ് S-Cube പ്രൊഡക്ഷൻസ്. അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ അച്ഛന് ഇൻട്രസ്റ്റ് ആയിരുന്നോ മക്കൾ ഇതിൽ വരാൻ? അച്ഛന് ഇൻട്രസ്റ്റ് ആയിരുന്നു. ആക്ച്വലി അച്ഛന് വളരെ സന്തോഷമായിരുന്നു ഇതിലേക്ക് വരുന്നതിന്. റിസ്ക് ഉണ്ടാവുമല്ലോ, എല്ലാ ബിസിനസിന്റെയും മാതിരിയുള്ള റിസ്ക് ഉണ്ട്. പക്ഷെ അച്ഛൻ ഹാപ്പി ആയിരുന്നു. ഓക്കെ. സോഫിയ മാം എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് പ്രൊഡ്യൂസർ ആയത്? ദുബായിലാണ്. അവിടെ നമ്മൾ ബിസിനസ്സാണ്. അപ്പം എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച സമയത്ത് സിനിമ തന്നെയായിരുന്നു ചോയ്സ്. കാരണം സിനിമ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഫാമിലിയിൽ ഫിലിം ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇഷ്ടം ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ വേറെ ഒന്നും ചൂസ് ചെയ്തില്ല, സിനിമ തന്നെ ചൂസ് ചെയ്തു. അതിനോടുള്ള ആ ഒരു പാഷൻ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം, ബിസിനസ്, അത്രയും കാലം ബിസിനസ്സിലൂടെ വന്നിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ഈ സിനിമ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തത് സോഫിയ മാം ആയിരുന്നോ? അല്ല, അത് ഫാമിലിയിലുണ്ടല്ലോ. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ ഫിലിം പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അവർ കുറേ പ്രോജക്ട്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഫാദറിനോയ്ക്ക് തിയേറ്റേഴ്സ്, അങ്ങനെ ആ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് നല്ല കുറേ പ്രോജക്ട്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഒരു ടൈം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓക്കെ, ദിസ് ഇസ് എ ടൈം. അങ്ങനെയാണ് അതിലോട്ട് ഇറങ്ങുന്നത്. വെറും പ്രൊഡ്യൂസർ മാത്രമല്ല, നടി എന്നുള്ള നിലയ്ക്ക് കൂടി നമുക്ക് വളരെയധികം അറിയുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോൾ പല വീഡിയോസ്, മക്കളുടെ വീഡിയോസൊക്കെ കണ്ട് പ്രേക്ഷകർ ഒരുപാട് കമൻറ്റുകളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ഒരമ്മ, ആക്ട്രസ്, പ്രൊഡ്യൂസർ, ഓക്കെ, ആദ്യമായി പ്രൊഡ്യൂസർ ആവുക എന്നുള്ളൊരു തീരുമാനം, ഞാനും പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാം എന്ന് എങ്ങനെയാണ്
അങ്ങനെ തീരുമാനിച്ചിറങ്ങിയതല്ലായിരുന്നു ഞാൻ. എൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിരുന്നു. ഞാൻ ആദ്യം ചാനൽസിൽ നിന്ന് സ്ലോട്ട് ബൈയിങ് ആയിരുന്നു. അതിൽ നിന്ന് പയ്യെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത്, അഡ്വർടൈസ്മെന്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഇവന്റ്സ് ചെയ്തു. ഇനി എന്ത് ചെയ്യും, ഓരോ പടിയായിട്ട് കയറി വരുമായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ ഡയറക്ടറായിട്ടുള്ള സാജിദ് യഹിയ എന്ന് പറഞ്ഞത്. അപ്പോൾ സാജിദ് ഇങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കഥകൾ പറയും. ആ കഥ ഈ കഥ എന്നൊക്കെ പറഞ്ഞ കഥ പറയും. ഞാൻ പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു നല്ലത് പറയണ്ടേന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാലോ സാജിദ് എന്ന് പറഞ്ഞു. അവിടുന്ന് സാജിദ് പിടിച്ചു കയറിയ ഇതെൻ്റെ കസിൻ എഴുതിയതാണ്, നല്ല രസമുള്ള സബ്ജക്റ്റ്, സാൻഡ്ര കേട്ടു നോക്കും. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ പറഞ്ഞു, കേട്ടു നോക്ക്. അങ്ങനെയാണ് ഫ്രൈഡേ എന്ന് പറഞ്ഞ പ്രോജക്റ്റിലേക്ക്, ഫ്രൈഡേ അല്ല, അതിന് മുമ്പ് വേറൊരു പ്രോജക്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് ഡ്രോപ്പ് ആയപ്പോഴാണ് ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരിക്കലും സിനിമ ചെയ്യും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കഥ കേട്ടു ഓക്കെ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് സാജിദ് തന്നെ അപ്രോച്ച് ചെയ്തേക്ക് ഇവർക്കതൊരു പ്രോജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ. ഒരു പ്രോജക്റ്റ് ആവുക, എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കുക, തൽക്കാലം അതൊന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ നിൽക്കുക എന്നുള്ളത് മാത്രമേ ആദ്യം ആലോചിച്ചുള്ളൂ. പക്ഷെ ഫസ്റ്റ് സിനിമ തന്നെ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അത് IFFK സ്ക്രീൻ ചെയ്തു. അവിടെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സിനിമയാണ്, എനിക്കിനിയും കൂടുതൽ സിനിമകൾ ചെയ്യണം എന്ന് തീരുമാനിച്ചത് IFFK എന്ന്. ഈ സിനിമയിലെ ഏത് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, നമുക്ക് സിനിമ ഒരു പക്ഷേ അതിലേക്ക് എൻ്റർ ചെയ്യുന്നവർക്കും അറിയില്ല, പക്ഷെ പിന്നെ നമുക്ക് അതിനൊരു കിക്ക് കിട്ടാനുണ്ട്. അതായത് അതിനോടൊരു വല്ലാത്തൊരു ഇഷ്ടം, പാഷനോ എന്തൊക്കെയോ പറയാം. ആ പാഷനിലവർ അവിടെ നിൽക്കും, അതെന്തൊക്കെ സ്ട്രഗിൾ എടുത്താലും നിൽക്കും, അല്ലാത്തവർ അതിന് പിൻവാങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പാഷൻ എപ്പോഴാണ് ശരിക്കും ഉള്ളിലേക്ക് കയറിയത്? നിങ്ങൾ ഏത് പ്രോജക്റ്റ് വന്നപ്പോഴാണ് യെസ് ഞാൻ ഇവിടെ തന്നെ വേണ്ട ഒരാളാണ്? നിങ്ങളുടെ അത്രയും മനസ്സിൽ അങ്ങനെ കയറിയിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് പറയും. അങ്ങനെ എനിക്കിപ്പോൾ അങ്ങനെ ഇന്ന പ്രോജക്റ്റ് എന്നല്ല, ഞാൻ ചെയ്തേക്കുന്ന പ്രോജക്റ്റുകളെല്ലാം വേറെ വേറെ ആയതുകൊണ്ട് ഓരോ സിനിമയും ഓരോ എക്സ്പീരിയൻസാണ് തന്നേക്കുന്നത്. ഇപ്പോൾ ഫ്രൈഡേ പോലെ അല്ലായിരുന്നു സക്രിയയുടെ ഗർഭിണികൾ, അതുപോലെ അല്ലായിരുന്നു മങ്കിപ്പൻ പോലെ അല്ലായിരുന്നു ആട്. അങ്ങ് ഓരോ സിനിമയും ഓരോ തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പം അത് തിയേറ്ററിൽ വരുന്നോടം വരെ ഇതെങ്ങനെ ആളുകൾ സ്വീകരിക്കും, ഇതെങ്ങനെ എടുക്കും, അങ്ങനെയൊക്കെയുള്ള, പിന്നെ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വിക്കായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മൾ വേറെ ഒരു ജോലിയും ചെയ്താൽ കിട്ടാത്തത്ര അത്രയും പെട്ടെന്നാ ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ ചെയ്തൊരു സാധനം, നമ്മൾ സെലക്ട് ചെയ്തൊരു സാധനം, നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളൊരു സാധനം തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്നു, അതിന് ആളുകൾ ചിരിക്കുന്നു, കൈയടിക്കുന്നു, ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവിടെ നിന്നാണ് അടുത്തത് ചെയ്യണം, ഇതുപോലെ ആൾക്കാരെ ചിരിപ്പിക്കുന്ന സാധനം, അല്ലെ ഇതുപോലെ ഇത് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഇത് വരുന്നത് അവിടെ. അതുമാതിരി തന്നെയാണ് ഓരോ പ്രോജക്റ്റിനും നമുക്ക് ആ ഒരു ടെൻഷൻസ് ഉണ്ടാവും ആ സമയത്ത്. പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് ആ റിസൾട്ട് വരുമ്പോൾ ശരിക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു പ്രോസസ്സ് ടെൻഷൻ അടിച്ച് പിന്നെ ഒരു സന്തോഷം എന്നുള്ള ആ ഒരു ലൈനിൽ അങ്ങ് പോവും. അത്രയും കാലം അടിച്ച ടെൻഷന്റെ റിസൾട്ട്. അതെ ശരിക്കും നമുക്ക് ആ ഒരു ടൈം ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ ശരിക്കും ഒരു കുട്ടി ഉണ്ടായി വരുന്ന ആ ഒരു സ്റ്റേജ് തന്നെയാണ് അത്. സോഫിയ മാമിന് എങ്ങനെയാണ്? ഫസ്റ്റ് പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് പ്രോജക്റ്റിൽ ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ബാംഗ്ലൂർ ഡേയ്സിൽ അൻവർ റഷീദുമായിട്ട്. അപ്പം ആ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ നന്നായിട്ട് വന്നല്ലോ. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നല്ലതായിരുന്നു. വിചാരിച്ചു ഇനി ഇവിടെ തന്നെ നിന്ന് നല്ല പ്രോജക്ട്സ് ഒക്കെ ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ എപ്പോഴും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ, അതാണ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം അങ്ങനെ ആ പ്രോജക്റ്റ് നന്നായി വന്നപ്പോഴാണ് ഓക്കെ ഇനി നമുക്ക് മുമ്പോട്ട് പോവാം എന്നുള്ള തീരുമാനമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകളായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ എണ്ണം കുറവ് തന്നെയാണ്. ഒരു സ്ത്രീ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ഫേസ് ചെയ്യാറുണ്ടോ? അതേ ഉള്ളന്ന് ഡിഫിക്കൽട്ടീസ് എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ. പിന്നെ നമ്മൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും ആർക്കും അങ്ങനെ മെയിൽ ഡോമിനേറ്റഡ് അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും അല്ല. ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡേ ടു ഡേ വരും, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് പോകും. അങ്ങനത്തുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പം നമ്മൾ അതിനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ പ്രഷർ ഉണ്ടാവും. പിന്നെ ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ അത് ഫേസ് ചെയ്യുന്ന പ്രൊഡ്യൂസർ തന്നെയാണ്. കാരണം സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത്
ആ പറയുന്ന ആ ഒരു ഈഗോ അല്ലാതെ എടുക്കാനൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്? അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളത് പറയുമ്പോൾ ഇവരത് ഈഗോ ആയിട്ട് എടുക്കുമോ ഇല്ലയോ എന്ന് നമ്മൾക്ക് ആ ചിന്തയില്ലല്ലോ. അപ്പൊ അത് ചിന്തയില്ലാത്തടത്തോളം കാലം നമ്മൾ അവരെന്ത് ചിന്തിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, മാമിന് എങ്ങനെയാണ്? നിങ്ങൾ 3 sisters ആണ്, അപ്പൊ ഒരു ഗ്യാങ് ഉണ്ട് കൂടെ. അല്ല, ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആണ്. കാരണം 3 ആളും 3 അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ അതിന് ശരിക്കും ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഒരു സുഖമാണ്. കാരണം നമുക്ക് ഒരാളെടുത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പ്രോജക്റ്റിലേക്ക് കയറുക. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിലും തോന്നിയിട്ടില്ല ഞങ്ങൾക്ക്. പിന്നെ ഈ പറഞ്ഞ മാതിരി സ്ത്രീകളാവുമ്പോൾ നമുക്ക് വീട് മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതൊരു ഈസി ടാസ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയേ ഉള്ളൂ. അത് ആ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, സ്ത്രീ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്ത്? ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ, എനിക്ക് ആദ്യത്തെ സിനിമ മുതൽ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഞാൻ പിന്നെ വേറെ കമ്പനീസിലോ അങ്ങനെയൊന്നും വർക്ക് ചെയ്തിട്ടില്ല, നേരെ സിനിമയിലേക്കാണ് വരുന്നത്. അപ്പം ഇച്ചിരി ബോസി ആയിരിക്കാം, അതിൻ്റെ ഉണ്ടായിരിക്കാം. അത് ഒരു മെയിൽ ഈഗോ ഹേർട്ട് ചെയ്യുന്ന പോലത്തെ, അത് എപ്പോഴും ആൾക്കാർ അംഗീകരിച്ചോണം എന്നില്ല. പക്ഷെ നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂ, നമുക്ക് ആ ക്രൈസിസ് ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഓരോ സിനിമ കഴിയുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ്. ഈ സിനിമയിലുള്ള പ്രശ്നമായിരിക്കില്ല അടുത്ത സിനിമയിൽ. അപ്പം ഈ ക്രൈസിസ് ഹാൻഡിൽ ചെയ്ത് കിളി പോയ അവസ്ഥയിലാണ് ഞാൻ. പക്ഷെ ഒരു പരിധി വരെ ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ രസമാണ്. പക്ഷെ ഇത് ഡെയിലി ബേസിസിൽ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പം നമുക്കത് പയ്യെ ഒരു ട്രോമയായി മാറും. ചില സമയത്ത് ആളുകൾ നമ്മളെ കാണുന്നത് തന്നെ ഓക്കെ ഇവരൊരു ഫീമെയിൽ പ്രൊഡ്യൂസറാണ്, ഇവർ കുറച്ച് ബോസിയാണ്, ഇവരുടെ ഒന്നാമത് പിന്നെ എൻ്റെ കോട്ടയം സ്ലാങ്ങും കൂടെയാണ്. അപ്പൊ അതിനകത്തൊരു ഭവ്യതയൊക്കെ കുറവായിരിക്കും, പറയുന്ന രീതിയൊക്കെ കുറച്ചും കൂടെ അതായിരിക്കും. അപ്പോൾ പല സ്ഥലങ്ങളിലും എനിക്ക് ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചേക്കുന്നത്. നമുക്ക് എല്ലാം അതിനകത്ത് ഉണ്ടാവാം. അപ്പൊ എനിക്കത് പൊതിഞ്ഞ് പറയാനൊന്നും അറിയില്ല, ഭയങ്കര സോഫ്റ്റ് ആക്കി പറയാനൊന്നുമില്ല. അപ്പൊ ഞാൻ ഡയറക്റ്റാ. അപ്പൊ അത് പറയുമ്പം ചിലപ്പോൾ അത് അവർക്ക് എടുക്കാൻ പറ്റാണ്ടൊക്കെ വരുന്ന കാണാറുണ്ട്. പക്ഷെ ഞാൻ പറയും ഇതൊരാണാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഞാൻ പറയുമ്പോൾ മാത്രം എന്തിനാ പ്രശ്നം വരുന്നതെന്നൊക്കെ ഇതൊക്കെ ഞാൻ പണ്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ ഓക്കെ ഞാനിപ്പോ ഒരു പവർ പൊസിഷനിലായി, ഇത്രയും സിനിമകൾ ചെയ്ത് ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റേജ് എത്തിയപ്പോ ഓക്കെ എനിക്കിപ്പോ പറയാം, പ്രശ്നമില്ല എന്നുള്ള. ഇപ്പോഴും പക്ഷെ പല കാര്യങ്ങളിലും നമ്മൾ സജഷൻസ് പറയുമ്പോഴൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് എന്തറിയാം എന്നുള്ളതാണ് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പൊതുവെ ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്ന, അതായത് ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു തിങ്. അവരെന്തോ കുറെ പൈസയായിട്ട് എവിടുന്നോ വന്ന് കുറെ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം പിന്നെ പൈസയുടെയും ആവശ്യമില്ല സിനിമ ചെയ്യാനായിട്ട്, ആർക്ക് വേണമെങ്കിലും സിനിമ ചെയ്യാം, കുറച്ച് മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ടായാൽ മതി എന്നുള്ളവരുണ്ട്. അപ്പൊ തന്നെ നമ്മളോട് കാണിക്കുന്ന ഡിസ്റെസ്പെക്ട് കൂടുതലാണ്. അപ്പൊ അത് നമുക്ക് അംഗീകരിക്കാൻ എന്റെ സെൽഫ് റെസ്പെക്റ്റിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒക്കെ വരുമ്പം നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെ ഓവർകം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ വന്നതാണ്, ഞാൻ നിൽക്കുകയും ചെയ്യും എന്ന് നമ്മൾ അവരോട് പ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിന് എന്ത് ക്രിയേറ്റിവിറ്റി എന്ന് ചോദിക്കുന്നിടത്തു നിന്നൊക്കെ മാറി ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സിന്റെ പ്രസൻസ് സിനിമകളിലുടനീളം, അതായത് അതിൻ്റെ സിനിമ ചിത്രീകരണത്തിൻ്റെ ഉടനീളം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുന്ന ഒരു സീനുകൾ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് എപ്പോഴും ആ സിനിമ തുടങ്ങിയ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് തന്നെ കഴിയുന്നത് വരയ്ക്കും ആ സിനിമയുടെ ഭാഗമായിട്ട് ചിത്രീകരണത്തിന്റെ സമയത്ത് ഉണ്ടാവുന്ന പ്രൊഡ്യൂസേഴ്സ് ആണോ? അതെ, ഫുൾ ഉണ്ടാവും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ എല്ലാത്തിലും ഇന്റർഫിയർ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ്. അങ്ങനെയല്ലേ നമ്മളും ഈ ക്രിയേറ്റിവിറ്റി എന്ന് നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കഥയാണല്ലോ സ്ക്രീനിൽ വരുന്നത്, ഞങ്ങൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ടാണല്ലോ ആ പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം ആ നമ്മളുടെ ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെടുക്കുകയല്ല കഥ. ആ സിനിമകൾ നന്നായി വരുമ്പോൾ അത് പ്രൊഡ്യൂസറിന്റെ ഒരു നല്ല ഡിസിഷൻ ആണല്ലോ ആ കഥ എടുത്ത് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഫുൾ ഇൻവോൾവ്മെന്റ് ആണ്, തുടങ്ങി തീരുന്ന വരെ എല്ലാ ഇതിലും നമ്മൾ ടെക്നിക്കൽ സൈഡായാലും ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ കൺട്രോൾ ചെയ്യും, നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റിനപ്പുറം പോകാൻ പാടില്ല. അപ്പം ഡെഫിനറ്റ്ലി ആ ഏരിയസിലെല്ലാം നമ്മൾ കൂടെ നിന്ന് അതിനെ കൺട്രോൾ ചെയ്ത് തന്നെ കൊണ്ടുപോകും.
ഓക്കെ, നിങ്ങൾ രണ്ടുപേരും presence അവിടെ ഉണ്ടാവുന്ന ആ ആൾക്കാരാണ്. കൂടെ നിന്നാലേ ഉള്ളൂ അതിന്റെ ആ ഒരു നമുക്ക് ആ പറഞ്ഞ മാതിരി ബഡ്ജറ്റ് ഇതായിട്ട് പോണല്ലോ. അപ്പൊ അത് കൂടെ നിന്നാ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആണ് ശരിക്കും. അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, അവർക്ക് ഭയങ്കര അത് ദേഷ്യമാണ്. അവരെ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കണെന്ന് പ്രൊഡ്യൂസർ ഇരിക്കുമ്പോ എന്നുള്ളൊരു ഫീൽ ഉണ്ട്. നമ്മള് ചെല്ലാത്ത ദിവസം ഒരു മാമിനെ കണ്ടില്ലല്ലോ, അപ്പൊ എനിക്ക് നമ്മളെ കാണാത്തോണ്ട് ആ ഒരവസ്ഥയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്ത്രീ വീട്ടിൽ മാനേജ് ചെയ്യുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഒന്നുമല്ല എന്ന് സ്ത്രീകൾക്ക് മനസ്സിലാവുകയും ചെയ്യും, അറിയുകയും ചെയ്യും. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഞാൻ പ്രൊഡ്യൂസറാണ്, സോ എനിക്ക് പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ലെവലാണോ? ആസ് എ ലേഡി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? വീട്ടിൽ നമ്മളിപ്പോൾ ഉള്ളപ്പോൾ നമ്മൾ എല്ലാം ഡെഫിനറ്റ്ലി നമ്മൾ വീട്ടിലെല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറ്. ഇല്ലാത്ത സമയത്ത് നമ്മൾ അവിടെ നമ്മുടെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി എല്ലാം ഇൻവോൾവ് ആണല്ലോ ഡേ ടു ഡേ. ഇപ്പം എനിക്ക് മക്കളുണ്ട്, അവര് അങ്ങോട്ട് ഞങ്ങൾ വിളിക്കുക, എല്ലാവരും അങ്ങനെ ആ ഒരു എന്താ പറയണ്ട കണക്ഷൻ ഉണ്ടല്ലോ. മീൻസ് നമ്മൾ ഈ ലേഡീസ് കിച്ചൺ മാത്രമല്ലല്ലോ കൈകാര്യം ചെയ്തൊരു ഫുൾ ഹോം അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ ഫുള്ളി ഇൻവോൾവ് ആണ്. എനിക്കൊന്നും ഇപ്പം മെജോറിറ്റി കപ്പിൾസ് അങ്ങനെയാണല്ലോ, എല്ലാവരും ഫുൾ ബിസിനസ് ആയാലും എല്ലാവരും ഈക്വലി ഇൻവോൾവ് ആണല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. അപ്പൊ അതൊരു ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഇനിയിപ്പോ ആവശ്യം ഇല്ലെന്ന് തന്നെ പറയാം. അതങ്ങനെയാണ് മെജോറിറ്റി ആൾക്കാർ. അതെ, എല്ലാവർക്കും ഈക്വലി ഷെയർഡ് ആണല്ലോ എല്ലാം. അതങ്ങനെയാണ്. അതെ അതെ. വീട്ടിലത്തെ ഒരു കാര്യം, വീട്ടില് നമ്മളെ എല്ലാ സ്ത്രീകളെയും വരി എല്ലാ ജോലികളും ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ സെറ്റ് പോയാൽ വലിയ പ്രൊഡ്യൂസറായിട്ട് ഇരിക്കും, ഒരു ചായ കടി എന്നൊക്കെ പറയും. പക്ഷെ വീട്ടിൽ വന്നാൽ സ്വന്തം തന്നെ എടുത്ത് കഴിക്കണം, ആരുമില്ല. കഴുകുക, ഇതൊക്കെ വീട്ടിലെ അവസ്ഥ. ആലോചിക്കില്ലേ ഞാൻ ആരാ ശരിക്കും പ്രൊഡ്യൂസറാണ്, ഞാൻ വീട്ടില് ഞാൻ ഇതുവരെ ടാസ്കുകളൊക്കെ ചെയ്യുന്നത്. എന്റെ കാര്യത്തിൽ എന്റെ ചെറിയ കുട്ടികളാണ് അവർക്കിപ്പോ എന്റെ സമയം ഭയങ്കര ഇമ്പോർട്ടന്റ്. 5 വയസ്സേ ഉള്ളു രണ്ടുപേർക്കും. അപ്പൊ അവരുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഒരു സമയത്ത് ഞാൻ നല്ല നിലാവുള്ള രാത്രി ചെയ്യുന്ന സമയത്തും എൻ്റെ വീട്ടിൽ ഒരു ഹോളിൽ നല്ല നിലാവുള്ള രാത്രിയുടെ ഡിസ്കഷൻ കാര്യങ്ങൾ, ആർട്ടിസ്റ്റ് വന്നിരിക്കുന്നു, അവർ കഥ കേൾക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. വേറൊരു റൂമില് ലിറ്റിൽ ഹാർട്സിന്റെ ഡിസ്കഷൻ നടക്കുന്നു, കോസ്റ്റ്യൂം ഡിസ്കഷൻ, അത് ഇതെന്നാ നടക്കുന്നു. ഇപ്പുറത്തെ ഞാൻ കറിക്കരിയുന്നു, ഇവിടെ എത്ര ചായ, അവിടെ എത്ര ചായ കൊടുക്കുന്നു. അതിൻ്റെ ഇടയിൽ പോയി അവിടെ പോയി നിൽക്കും, അതെന്തായി. അതിൻ്റെ ഇടയിൽ പിള്ളേർ വരും. അപ്പൊ പിള്ളേർ വരുമ്പം നമ്മളിപ്പോ ഒരു സമയത്തും ഇല്ലാത്ത അറ്റൻഷൻ സീക്കിംഗ് ആണ് അവർക്ക് വേറെ ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുള്ളപ്പം. അപ്പൊ അവർക്ക് എൻ്റെ സമയം വേണം. ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ പേരൻസിനും ടൈം കൊടുക്കണം. അപ്പം അവരുടെ ചൈൽഡ്ഹുഡ് പോകാൻ പാടില്ല കുട്ടികളുടെ. അപ്പൊ അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതിന്റെ കൂടെ സിനിമ മാനേജ് ചെയ്യണം. എല്ലാം കൂടെ വരുമ്പം ഉണ്ടാകുന്ന, പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കത് കറക്റ്റ് ആയിട്ട്. പിന്നെ ഇടയിൽ ട്രാവലുണ്ട്. ട്രാവൽ ചെയ്യുമ്പം ഫാമിലിയുടെ കൂടെ ഉള്ള ടൈം കുറച്ച് കൂടുതൽ കിട്ടും. വീട്ടിലെ കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഞാൻ ആക്ച്വലി എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. വേറെ ഒരു പോയിന്റിൽ എനിക്ക് ഈ പിള്ളേരുണ്ടായ സമയത്തൊക്കെ കുറച്ചൊരു ഡിപ്രഷൻ വന്നെങ്കിലും പിന്നെ ഞാൻ തിരിച്ച് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ആലോചിക്കാനുള്ള ടൈമേ ഇല്ല. ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ളൊരു ടൈം കിട്ടണ്ടേ. സത്യം. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീകൾക്ക് ഉള്ളിലൊരു തോന്നലുണ്ട് ദാറ്റ് ഞാൻ മാനേജ് ചെയ്താലാണ് അത് പക്കയാവുക എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടോ? ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്താലേ തൃപ്തിയാവുള്ളൂ എന്നുള്ള വീട്ടിലെ കാര്യങ്ങൾ പ്രത്യേകിച്ച്. അതെ അതെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഓവർ ബേർഡൻ ആവും. എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് അത്. കാര്യം അറിയോ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഒരു റൂമിൽ ഒരു സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷൻ, മറ്റേ റൂമിൽ വേറെ പടം, ഒരിടത്ത് ഞാൻ കറി കയറുമ്പോൾ ഇത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാനൊരു ചായ ഇട്ട് കൊടുത്താലേ ഇത് ശരിയാവുള്ളൂ എന്നുള്ളത്. ഇത് ശരിയാവുള്ളൂ എന്നല്ല, എനിക്ക് കുക്കിംഗ് അത്ര വലിയ താല്പര്യമുള്ള വിഷയമല്ല. ചെയ്യേണ്ടതായതുകൊണ്ട് പോയി ഞാൻ ചെയ്യുന്നുള്ളത് മാത്രം. മറ്റത് നമ്മൾ വെറുതെ ഇരുന്നാ മതി. ഇത് അങ്ങനല്ല, ഭയങ്കര ശാരീരിക അധ്വാനം വേണം, കോൺസെൻട്രേഷൻ വേണം. ഇത് കറക്റ്റ് ആയിട്ട് റൗണ്ട് ആയിട്ട് പോകും, വീണ ദോശ കറക്റ്റ് റൗണ്ട് വരണം. ഇതിനകത്ത് പല സാധനത്തിൽ ഫോക്കസ് വേണ്ട സാധനങ്ങളാണ്. മറ്റവിടത്ത് അങ്ങനെയല്ല, നമ്മുടെ തല മാത്രം. ഇവിടെ ശാരീരിക അധ്വാനം ഉണ്ട്. അപ്പൊ എനിക്ക്
കുക്കിംഗ് അത്ര വലിയ താല്പര്യമുള്ള വിഷയമല്ല, പക്ഷെ എന്നാലും ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. എനിവേ ഈ പ്രൊഡ്യൂസർ എന്നുള്ളൊരു ടേം നമ്മുടെ കാലങ്ങളായിട്ട് മലയാള സിനിമ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മൾ കേട്ട് സാധാരണക്കാരൻ്റെ മനസ്സിൽ കൈ നിറയെ പൈസ ഉള്ള കുറച്ച് ടീം, അതാണ് പ്രൊഡ്യൂസർ, ഇഷ്ടം പോലെ പൈസ. ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കാം, അപ്പോൾ ഒരു 100 കോടി കളക്ഷൻ ലഭിക്കുന്ന ഒരു സിനിമയിൽ ഒരു നിർമ്മാതാവിന് എന്തായിരിക്കും, ആ നിർമ്മാതാവിൻ്റെ ഒരു ഏർണിംഗ് എന്തായിരിക്കും? അത് എങ്ങനെ പറയാൻ പറ്റുമോ എന്താണ് എനിക്കറിയില്ല. നിർമ്മാതാവ് സേഫ് ആണല്ലോ, അതറിഞ്ഞാ പോരെ. നിർമ്മാതാവ് സേഫ് ആയല്ലോ. സിനിമ നല്ല ഹിറ്റായി കഴിഞ്ഞു നമ്മളെടുത്ത എഫേർട്ടും സ്ട്രെയിനും ഒക്കെ അതിന്റെ റിട്ടേൺസ് വരുമ്പം അത് ആ കോടികളെക്കാട്ടിലും നമുക്ക് ആ ചെയ്ത പ്രോഡക്റ്റ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, അതാണല്ലോ. പിന്നെ ഡെഫിനറ്റ്ലി അതിന്റെ കമേഴ്ഷ്യൽ സൈഡ് നമ്മൾ എപ്പോഴും അത് ചിന്തിച്ചിട്ട് തന്നെയാണല്ലോ സിനിമ എടുക്കുന്നത്. നമ്മൾ സേഫ് ആകുക എന്നുള്ളതാണല്ലോ എപ്പോഴും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, അത് തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തായിരിക്കും ഒരു സിനിമ ഇറക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് കൂടും, ഇതൊക്കെ സംഭവിക്കാറുണ്ട് പ്രൊഡക്ഷനിൽ. അപ്പം നമ്മൾ ആ അറ്റ് ദ എൻഡ് നമുക്ക് ആ സിനിമ നന്നായി വരണം, നമ്മളും സേഫ് ആവണം. അപ്പോൾ പിന്നെ നമ്മളവിടെ ഈ കോടി ക്ലബുകളൊന്നും അല്ല ചിന്തിക്കുന്നേ, നമ്മൾ സേഫ് ആകുക എന്നുള്ളതാണ്. അത് തന്നെയാണ്. അല്ല, ഒരു 100 കോടി ഒക്കെ കളക്ട് ചെയ്താൽ ടാക്സ് കാര്യങ്ങൾ അതൊക്കെ പോയി കഴിഞ്ഞ് കയ്യിൽ കിട്ടുക ചിലപ്പോൾ ഒരു 35 to 38 അല്ലേ, ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ടാവുള്ളൂ. നമുക്കൊരു അറിവിന് വേണ്ടി നമുക്കൊരു ആർക്കും അറിയാത്ത കുറച്ച് സംഭവം അല്ല, അതാണ്. അല്ല, കുറെ നമ്മൾ വേറൊരു കാര്യമുണ്ട്. അപ്പൊ ആ പടത്തിന്റെ ചെലവ് എത്രയാണ്? പിന്നെ ഈ പറയുന്ന 100 കോടി വേൾഡ് വൈഡ് ഒക്കെയാണ് ഈ പറയുന്നത്. അപ്പൊ ഈ വേൾഡ് വൈഡ് എന്ന് പറയുന്നത് നമ്മള് ഇത് സെല്ല് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുള്ള കോടികളാണ് അവിടെ കേൾക്കുന്നത്. നമ്മളെന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണ്. അപ്പൊ അടുത്തൊരു പടത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് പിന്നെയും കുറച്ച് കാത്തിരുന്നിട്ടൊക്കെ വേണം ചെയ്യാനായിട്ടല്ലേ. ഒരു 100 കോടി അടിച്ച സിനിമയാണെങ്കിൽ പോലും ഒരു പ്രൊഡ്യൂസർ അടുത്തതിന് പ്രിപ്പയർ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാവും അടുത്ത സിനിമ ഒന്ന് സെറ്റ് ആകുമ്പോൾ. ഡെഫിനറ്റ്ലി ഓരോ പ്രോജക്റ്റും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ വീണ്ടും അതേ സെയിം പ്രോസസ്സിൽ വന്ന് നമ്മൾ അതിന്റെ പുറകെ നിൽക്കുന്നു, അത്രയും സ്ട്രെയിൻ എടുക്കുന്നു, തിരിച്ചു വീണ്ടും സ്ക്രീനിൽ വന്ന് നമ്മളുടെ പ്രേക്ഷകരുടെ വിധി കാത്താണല്ലോ പിന്നെ ഇരിക്കുന്നത്. ഫസ്റ്റ് വിധിയുടെ കാര്യം പറയുമ്പോഴേ ഇപ്പോ സിനിമകൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്ക് വരുന്ന റിവ്യൂകളുണ്ട്. ഈ റിവ്യൂകളെ കുറിച്ച് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? അത് കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു സിനിമ വന്ന് കുറച്ച് കാലം വരയ്ക്കെങ്കിലും അത് നിർത്തിവെക്കണം, അതിനുശേഷം നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാമെന്നാണോ, അല്ലെങ്കിൽ റിവ്യൂകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാ? ഞാനത് റിവ്യൂവിന് എതിരാണ്. കാരണം എനിക്ക് തോന്നുന്നത് അത് ശരിക്കുള്ള ഒരു അഭിപ്രായങ്ങളല്ലല്ലോ, പലവർക്കും പല അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും റിവ്യൂ കണ്ടിട്ട് പോയി തിയേറ്ററിൽ പോയി കാണുകയില്ല. കാരണം എനിക്ക് നമ്മളെ ഫ്രഷ് ആയിട്ട് കാണണം, നമ്മളെ ഒരു മനസ്സിലുള്ള ഒരു അഭിപ്രായം അല്ലല്ലോ വേറെ ഒരാൾക്ക്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ടാണ് തോന്നാറ്. ഞാൻ റിവ്യൂ നോക്കാറേ ഇല്ല ശരിക്കും. പല റിവ്യൂകളും സിനിമകളെ ശരിക്കും ഒരുപാട് അത് സിനിമയെ മോശമായിട്ടും ബാധിക്കുന്നുണ്ട്, നല്ലതായിട്ടും ബാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രൊഡ്യൂസറിനെ തന്നെയാണ്. കാരണം ഇത് ഓഡിയലിലെ പ്രൊഡ്യൂസറിന് കിട്ടുള്ളൂ. ബാക്കി ഇപ്പം അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന് കയ്യിൽ 6-7 പടമായിട്ട് ഇരിക്കുന്ന ആർട്ടിസ്റ്റ് അവർക്ക് ഇപ്പൊ അടുത്ത സിനിമ ഉണ്ടാവും. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെയാണ്. കാരണം അങ്ങനെ മോശം പറയും പിന്നെ കാണാൻ ആൾക്കാർ കയറിയില്ലെങ്കിൽ ആ സിനിമയെ ബാധിച്ച് പ്രൊഡ്യൂസർ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ അതിനെ എഫക്ട് ചെയ്യുന്നത്. അതിനോട് വലിയ അഭിപ്രായം സോഫിയ മാമിനും ഇല്ല റിവ്യൂ തരുന്നതിനെ കുറിച്ച്. മീൻസ് നല്ലത് പറഞ്ഞാൽ കൊള്ളാം, ഈ മോശം പറയുമ്പോഴാണല്ലോ അതിനെ എഫക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാല് ഇവരൊക്കെ ഹാർഡ് കോർ സിനിമ ലവേഴ്സാണ്, ഈ ഇരുന്ന് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ. എന്നിട്ട് അവർ സിനിമയെ പറ്റിയും സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റിയും ഒക്കെ വളരെ മോശമായിട്ടും ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലും, അതായത് ആ സമയം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂട്യൂബ് ചാനലിന് ലൈക്സും വ്യൂസും കൂടുക എന്നുള്ളത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അവിടെ ഒരു ഇതിന്റെ റിസീവിങ് എൻഡിൽ നിൽക്കുന്ന കുറച്ചു പേരുണ്ട്, അവർക്കുണ്ടാവുന്ന ഡാമേജ് എന്താണെന്നും ഇവർക്കുണ്ടാവുന്ന ഇവര് എത്ര നല്ല പ്രവർത്തികൾ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞ് വിഷമിച്ചു കഴിഞ്ഞാൽ അത് മാറുമോ? അത് എത്ര നന്മ പ്രവർത്തികൾ പിന്നെ അവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തിനാണ് ഒരാളെ നശിപ്പിക്കാൻ പോകുന്നത്?
നമുക്കത് ന്യൂട്രൽ ആയിട്ട് ഇവർക്ക് റിവ്യൂ പറയണം. ഓക്കെ, ഒന്നുണ്ടെങ്കിൽ അവർ ന്യൂട്രൽ ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമയിൽ റിവ്യൂ ചെയ്യണ്ടെന്ന് വെക്കണം. ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവരല്ലേ, നല്ല സിനിമയാണ് ആളുകളോട് പോയി കാണാൻ പറയണം, പോയി കാണട്ടെ. അല്ലാത്ത അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമ, മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് അവർ റിവ്യൂ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ ഒരു റിവ്യൂ സ്ഥിരം എന്താണ് നമ്മുടെ പുറത്തുനിന്നൊരു ജർമ്മനിയിൽ നിന്നങ്ങാണ്ട് ഒരു റിവ്യൂ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, എന്തായിരുന്നു, മല്ലു അനാലിസ്റ്റ്. അവര് നല്ല വൃത്തിക്ക് റിവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്നവരും ഉണ്ട്. അതെ, അതാണ് എന്തിനാണ് ഡാമേജ് ചെയ്യുന്നത്. സ്റ്റോറി വരെ പറയും അല്ലേ, ചില റിവ്യൂസിലൊക്കെ ഫുള്ള് കഥ അങ്ങ് പറയും. അതൊക്കെ ശരിക്കും സ്പോയിലേഴ്സ് ആണ്. എന്നിട്ട് അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ആയിരിക്കില്ല അടുത്ത ആൾ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും പെർസെപ്ഷൻ വേറെയാണ്. ഇപ്പം ഏറ്റവും ലാസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം, വാലിബൻ എന്ന് പറഞ്ഞ സിനിമ റിവ്യൂവേഴ്സ് അങ്ങ് നശിപ്പിച്ച് കൊടുത്തു. ഇപ്പൊ OTT വന്നപ്പോ എല്ലാരും നല്ല അഭിപ്രായം പറയുന്നു. അപ്പൊ അത് കാണണം എന്ന് തോന്നിയിരുന്നവർക്ക് പോലും കാണാൻ തോന്നിയില്ല. കാര്യം ഇത്രയും മോശം പടമാണോ, എന്നാ പിന്നെ എന്തിനാ വെറുതെ പോയി സമയം കളയുന്ന 2-3 മണിക്കൂർ എന്തിനാ അതിനു വേണ്ടി കളയുന്നത്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്, എക്സ്പീരിയൻസ് ഉള്ളതായിരുന്നു, അത് അങ്ങ് നശിപ്പിച്ചു. ശരിക്കും നമുക്ക് എപ്പോഴും ഏത് സിനിമ സെറ്റ് എന്നും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നല്ല പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സിനിമ വൃത്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാമേജ് സംഭവിക്കുന്നത് പ്രൊഡക്ഷൻ സൈഡിലാണ്. അതൊരു റിവ്യൂ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പ്രൊഡ്യൂസറിനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് മേ ബി അങ്ങനെ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല അല്ലേ. അല്ല, ചിന്തിക്കായൊന്നും അല്ല, അവര് പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവർക്കറിയാം ഇത് റൈറ്റ് ആയിട്ട് അത് ആരെയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ളതും ഇത് ആർക്കാണ് കൊള്ളുന്നതെന്നുള്ളതൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ ഒരു മനസ്സന്തോഷം, പിന്നെ അത് ആ മനസ്സന്തോഷത്തിൽ അവർക്ക് കാശും കിട്ടുന്നു. ഈ നമ്മൾ സംവിധായകൻ ഡിറക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല പോകേണ്ടത്, അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വരാറുണ്ടോ? വന്നിട്ടുണ്ട്, എനിക്ക് വന്നിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇറങ്ങിയ സിനിമ ആയതുകൊണ്ട് അതിനെ കുറിച്ച് ആട് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ നോൺ ലീനിയർ ആയിട്ടാ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് ആ പടം ഇറങ്ങിയത്. അപ്പോൾ നമ്മളത് പോയി എഡിറ്റ് ഷൂട്ടിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ പറഞ്ഞു ഇത് വർക്കാവില്ല, കാര്യം മനസ്സിലാവുന്നില്ല, കഥ മനസ്സിലാവുന്നില്ല, ഇത് വർക്കാവില്ല എന്ന് പറഞ്ഞപ്പം അന്ന് ഡയറക്ടറും എഡിറ്ററും പറഞ്ഞു ഇല്ല ഉറപ്പായിട്ടും ഇത് വർക്കാവും. അപ്പൊ നമ്മൾ അവരുടെ കൺവിക്ഷന് വിട്ടു. നമ്മളത് ആദ്യം പറഞ്ഞു നോക്കിയില്ല, വർക്കാവില്ല, ഇത് ഇങ്ങനെ നമുക്കത് മനസ്സിലാവുന്നില്ല, അപ്പൊ ഇങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാവും. പക്ഷെ ഇവരൊരു പുതിയ രീതി ആണ്, അത് അന്നൊരു ഗൈ റിച്ചി ഫോർമാറ്റിൽ ചെയ്ത സിനിമയാണ്. അപ്പൊ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്, നോൺ ലീനിയർ ആയിട്ടായിരുന്നു ആ സിനിമ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് അന്ന് അങ്ങനെ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് വർക്കാവില്ല, ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡയറക്ടറും എഡിറ്ററും അത് സമ്മതിച്ചില്ല. പക്ഷെ പടം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം ത്രൂ ഔട്ട് ആളുകൾ ഇരുന്ന് ചിരിച്ചു. ആട് എന്ന് പറഞ്ഞ സിനിമ ത്രൂ ഔട്ട് ഇരുന്ന് ചിരിച്ചിട്ട് ലാസ്റ്റ് ആൾക്കാർ എഴുന്നേക്കാൻ നേരം ഇതെന്തൊരു ഊളപ്പടവാ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ്. അപ്പൊ അന്ന് നമുക്കത് ഷോക്കായിരുന്നു. ഇത് എന്താ പറ്റും, നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തൊരു സിനിമ, നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമ ആളുകൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല. അന്ന് തന്നെ പോയി ഇരുന്ന് റീ എഡിറ്റ് ചെയ്ത്, പക്ഷെ അത് ഇറങ്ങാനായിട്ട് 3 ദിവസം എടുത്തു. അതായത് സെൻസർ ഇതൊക്കെ ഇറങ്ങി വന്നപ്പോൾ റീ എഡിറ്റ് ചെയ്തിട്ട് 3-ാമത്തെ ദിവസം സിനിമ കയറി. പക്ഷെ ഈ നോൺ ലീനിയർ അല്ല, ലീനിയർ ആയിട്ട് എഡിറ്റ് ചെയ്ത് 3-ാമത്തെ ദിവസം കയറി. അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ആട്. അത് ഇറങ്ങിയ വീക്കെൻഡിൽ ഓടിയത് ഇങ്ങനെയായിരുന്നു. അപ്പോഴേക്കും സിനിമയ്ക്ക് മുഴുവൻ മോശം റിവ്യൂസ് വന്നു, സിനിമ തിയേറ്ററിക്കലി ഫ്ലോപ്പായി. പക്ഷെ അതിനുശേഷം CD ഇങ്ങനെയുള്ള കാര്യങ്ങൾ, CD-യിലാണ് അത് ആദ്യം ഹിറ്റായത്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ പടം അപ്പൊ അന്ന് ഞാൻ ഓർത്തു, ഓക്കെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എല്ലാം ഡയറക്ടേഴ്സിനും ഇവർക്കും വിട്ടുകൊടുക്കരുത്. ചിലത് നമ്മൾ പറയുന്നത് നമ്മൾ നോർമൽ ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. അല്ല, ആക്ച്വലി ഇത് സിനിമ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പ്രിവ്യൂ മാതിരി കുറച്ച് പേർക്ക് കാണിക്കണം, അവരെ അഭിപ്രായങ്ങളും കൂടി എടുക്കണം. നമ്മൾ മാത്രം കണ്ടിട്ടുള്ള അഭിപ്രായമല്ല, പുറമേയുള്ള കുറച്ച് പേര് പറയുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി അത് കേൾക്കുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിൽ കുറെ നമുക്ക് നല്ലത് എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളെ അഭിപ്രായങ്ങളായിരിക്കില്ലല്ലോ. പക്ഷെ അതിലും ടെക്നീഷ്യൻസ് എതിർപ്പ് പറയും. അവർ പറയും 100 പേരുടെ അഭിപ്രായം എടുക്കരുത് പറയും. കാര്യം എടുക്കരുത്, അത് നമ്മൾ തന്നെ. അപ്പൊ ചില സമയത്തൊക്കെ ഞാൻ കൺഫ്യൂസ്ഡ് ആവും, ഇത് വേണോ, ഇത് ശരിയല്ല എന്ന് ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിലും ഇവർ ഓക്കെ പറയുന്നത് കൊണ്ട് എന്നാ ശരി പോട്ടെ, അങ്ങനെ ആട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ
നമ്മുടെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്സിനോട് നമ്മൾ നോ പറയരുത്. മാം അങ്ങനെ ലാസ്റ്റ് ഇതിലും ഇച്ചിരി മാറ്റം വരുത്തുന്ന എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ തന്നെ പറയും. അപ്പൊ അത് എടുക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളെ 2 പ്രോജക്റ്റിലും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സോഫിയ മാമിന് എങ്ങനെയായിരുന്നു? നമ്മളതിന്റെ ഫൈനൽ എഡിറ്റ് കണ്ട് നമ്മുടെ കൂടെ ഒരു ഇഷ്ടമായിട്ട് നമ്മളത് പിന്നെ ബാക്കി വർക്കിന് വിടുള്ളൂ. ചേഞ്ചസ് പറയും പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ എഡിറ്റിൽ തന്നെ റീഷൂട്ടിംഗ് ഒന്നുമില്ല. അല്ലാതെ നമ്മളിപ്പോ അത് നമ്മളുടെ കൂടെ ഒരു ഇത് വരണം. ഓക്കെ, ഇത് ഈ എഡിറ്റ് കൊള്ളാം എന്നുള്ളത് ശേഷം നമ്മള് അതൊക്കെ നമുക്ക് നമ്മള് ഈ പറഞ്ഞ ഓഡിയൻസ് പെർസ്പെക്റ്റീവിലാണല്ലോ സിനിമ കാണുന്നത്. അപ്പൊ ഇത് തിയേറ്ററിൽ വന്നാൽ നമുക്കറിയാം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്കത് പറയാണ്ടും പറ്റില്ലല്ലോ. അങ്ങനെ ഇത് വേണ്ട. അതെ അതെ, അവർക്കെല്ലാം പേഴ്സണലാ, അവർക്കെല്ലാം ഫേവറേറ്റ് സീൻസാ. അപ്പൊ അവർക്കത് കട്ട് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ യൂഷ്വലി എഡിറ്റേഴ്സിനോട് പറയാറുണ്ട്, ഡയറക്ടേഴ്സിനെ ഒരു ഫസ്റ്റ് എഡിറ്റ് ആവുന്നോടം വരെ അവരെ അടുത്തിരുത്തരുത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു കൺവിക്ഷനിൽ ആദ്യം എഡിറ്റ് ചെയ്യൂ, എന്നിട്ട് ഡയറക്ടറിനെ കാണിക്കുക. കാര്യം അല്ലെങ്കിൽ ഡയറക്ടർ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവര് ഷൂട്ട് ചെയ്ത എല്ലാ സാധനവും വെക്കണം, ആ ഓർഡറിൽ തന്നെ വെക്കണം എന്നുള്ളത് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എഡിറ്ററുടെ കയ്യിൽ നിന്ന് ഒരു സിനിമ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. എഡിറ്റേഴ്സ് വേർഷനാണ് നമ്മൾ പറയും. എഡിറ്ററിന്റെ ഒരു വേർഷൻ കണ്ടതിന് ശേഷമാണ്, കാരണം ഡയറക്ടർ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക് അവർക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നും. അവരുടെ എല്ലാം ബെസ്റ്റ് ആയിരിക്കും, എല്ലാ സീനും അവരുടെ ഫേവറേറ്റ് ആയിരിക്കും. അതെ, പൊതുവെ പറയാൻ കട്ട് യുവർ ഫേവറേറ്റ്സ് ദെൻ യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മേ ബി സിനിമയിലും അത് വർക്ക് ആവുന്ന റൂൾ ആയിരിക്കും അല്ലേ? ഓക്കെ. ഇപ്പോൾ സംവിധായകൻ തീർച്ചയായിട്ടും മനസ്സിലൊരു സ്ക്രിപ്റ്റൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു സിനിമ മൊത്തം മനസ്സിൽ കണ്ട് ഈ സിനിമയിൽ ഇന്ന ആള് വേണം എന്ന് പറയുന്ന സമയത്ത് ആസ് എ പ്രൊഡ്യൂസർ വേണ്ട, അത് ഭയങ്കര ബഡ്ജറ്റ് കൂടുതലാണ്, ആ ഒരു ഹീറോ അല്ലെങ്കിൽ ആ ഒരു ഹീറോയിന് വേണ്ട എന്ന് പറയാറുണ്ടോ? അതല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ എടുക്കാറുള്ളത്? പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ അതിൻ്റെ ഒരു സജഷൻസ് പറയുമല്ലോ. ഈ ആക്ടർ ആയാലും എന്തുകൊണ്ട് വേറെ ആക്ടേഴ്സിനെ നമ്മൾ പറയുമല്ലോ. കാരണം അറ്റ് ദി എൻഡ് ഈ ബഡ്ജറ്റൊക്കെ നോക്കി അങ്ങനെ തന്നെയാണ്. പിന്നെ ക്യാരക്ടർക്ക് അത്രയും ആവശ്യമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് വെച്ചാൽ അത് എടുക്കുക തന്നെ ചെയ്യും നമ്മള്. കാരണം നമുക്ക് അറിയാം ആ സീന് ചെയ്യാൻ ഇയാളാണ് പെർഫെക്റ്റ് എന്നുള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരും. അങ്ങനെ ബഡ്ജറ്റ് അപ്പം ഒന്ന് നമ്മൾ ഇതാക്കുന്നുള്ളതാണ്. അതതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് കാണുന്ന പോലെ തന്നെ ആ സിനിമേനെ നമ്മളും കാണുന്നുണ്ട്. നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്ത് ഇതിങ്ങനെ വന്നാൽ ഇതാര് ചെയ്താൽ നന്നായിരിക്കും. അവർ ആ സിനിമ കാണുന്ന അവരൊരു വിഷ്വൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ സിനിമയുടെ, അതേപോലെ തന്നെ നമ്മളും കണ്ടിട്ടാണ്. ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പ്രൊഡ്യൂസർ ഇതേപോലെ തന്നെ അതിനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊരു സജഷൻ പറയാണ്, ഇന്ന ആർട്ടിസ്റ്റിനെ വെക്കാം അല്ലെ ഇന്ന ഇത് വെക്കാം എന്ന് പറയുമ്പോൾ നമ്മളതിന്റെ ഒന്ന് അതിന്റെ സെയിൽ പോയിന്റ് ഓഫ് വ്യൂലും ചിന്തിക്കും. ഇത് സെയിലബിൾ ആർട്ടിസ്റ്റ് ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടറിന് ഈ വ്യക്തി ആപ്റ്റ് ആണോ, ഇത് രണ്ടും നോക്കിയിട്ടായിരിക്കും ഒരു ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോ വിചാരിക്കുന്ന ആർട്ടിസ്റ്റ് അതിന് വരണമെന്നില്ല. അപ്പൊ അതിനുള്ള ഒരു 3 ഓപ്ഷനും കൂടെ കണ്ടുവയ്ക്കുക. ഇതല്ലെങ്കിൽ അടുത്ത ആള്, അല്ലെങ്കിൽ അടുത്ത ആള്. കാര്യം ഈ നമ്മള് വിചാരിക്കുന്ന ആർട്ടിസ്റ്റിന് ഇത് വർക്കായില്ലെങ്കിലോ അടുത്ത ആളെ കാണണ്ടേ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവര് പറയുന്ന അതേ ആർട്ടിസ്റ്റിനെ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് പലപ്പോഴും കഥ കേൾക്കുന്ന സമയത്ത് ഇതിൽ ഇന്ന ആള് ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഹീറോയിനായിട്ട് വരട്ടെ, നിങ്ങളുടെ സജഷൻ എത്രമാത്രം അതിൽ പോവാറുണ്ട്? നമ്മൾ പറയൂല, കാരണം ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ബിസിനസ് സൈഡ് ഉണ്ടല്ലോ. അത് വെച്ചിട്ട് നമ്മളും അങ്ങനെ പ്ലാൻ ചെയ്യണല്ലോ. കാരണം അറ്റ് ദി എൻഡ് അതൊരു ബിസിനസ് ആണല്ലോ. അപ്പൊ നമ്മൾ അതും നോക്കിയിട്ടാണല്ലോ പറയുന്നത്. അവർ കൊണ്ടുവരുന്ന ആർട്ടിസ്റ്റിനെ ചിലപ്പോൾ നമുക്ക് പറ്റിയിരുന്നു. കാരണം ചിലപ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് വൈസ് ചിലപ്പോൾ ഇത് കൂടുതലായിരിക്കാം ഈ പ്രോജക്റ്റ്. അപ്പൊ നമുക്ക് അതിനെ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റും കൂടെ വേണം, നമ്മൾ നോക്കും. ഉറപ്പായിട്ടും അങ്ങനെ പാളുന്ന സിറ്റുവേഷൻ വരുമോ? അതായത് നിങ്ങൾ പറഞ്ഞൊരു സജഷനിൽ വന്നിട്ട് എപ്പോഴെങ്കിലും ഇല്ല, അങ്ങനെ നമ്മള് ആക്കിയെടുക്കും. അല്ല, കാരണം നമുക്കും അറിയാലോ എന്താണ് പറയുന്ന കണക്ക് നമ്മളും ഈ കഥ കേൾക്കുമ്പോൾ നമ്മളും നമ്മുടെ ഉള്ളിൽ ആ സിനിമ കാണുന്നുണ്ടല്ലോ ഇതിങ്ങനെ ആയിരിക്കണമെന്ന്. പ്രൊഡ്യൂസർ എപ്പോഴും അതിന് ഏറ്റവും നല്ല ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയുള്ളൂ. ഈ എവിടെയാണ് ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് ഈ സജഷൻസ് വരുമ്പോഴാണ്. ചില ഇപ്പൊ കഥയിലും അല്ലെങ്കിൽ ചില അവരുടെ മേക്കിംഗ് രീതിയിലും ഒക്കെ ചില സാധനത്തിൽ സജഷൻസ് വരുമ്പോഴാണ്
ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവുന്നത്. അപ്പൊ അവരുടെ ചിന്തയിൽ ഇവര് പൈസ മുടക്കിയാൽ പോരെ, ഇവരെന്തിനാ ഈ വേണ്ടാത്ത ക്രിയേറ്റിവിറ്റി അതാണ് അവർക്ക് പ്രശ്നം. ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ ഇടപെടണ്ട അത് പറയും. അതെ. ഓക്കെ, ഇപ്പോൾ 3 സ്ത്രീ നിർമ്മാതാക്കൾ, ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് തന്നെയായിരിക്കും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സെറ്റിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു പ്രൊഡ്യൂസർ സൈഡിൽ എങ്ങനെയൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംഫർട്ട്നെസ് സെറ്റ് ചെയ്യുന്നത്? അതിൽ ശ്രദ്ധിക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആണോ, അല്ലെങ്കിൽ ഓക്കെ നമുക്ക് എങ്ങനെ ജനറലി ഏത് സിനിമയും എങ്ങനെ പോകുന്നു അങ്ങനെ പോട്ടെ, അങ്ങനെയാണോ? അല്ല, കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ബാത്റൂമാണ്. അതിൻ്റെ ഒരു നമ്മൾ ഈ ആണുങ്ങൾ പോയ ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്ത്രീകള് എൻ്റെ സെറ്റിൽ ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ക്യാരവനിൽ എനിക്കൊരു ക്യാരവൻ എന്തായാലും മാറ്റിയിടാറുണ്ട്. കാര്യം ഈ ടോയ്ലറ്റിൽ പോകുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ പറയുന്ന പോലെ പല സെറ്റിലുള്ള പല ആണുങ്ങൾ പോയി കഴിയുമ്പം അറിയാലോ, അപ്പൊ പിന്നെ അവിടെ പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറയും എനിക്കൊരു ക്യാരവൻ വേണം എന്തായാലും. അപ്പൊ അവിടെ ബാക്കിയുള്ള നമ്മുടെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും അവിടെ തന്നെയാ, വേറെ എവിടെയും പോകണ്ട, എൻ്റെ ക്യാരവനിൽ തന്നെ പൊയ്ക്കും. പിന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ ഇതിൽ പോയിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവണ്ട. എൻ്റെ ഇതിൽ അതല്ലാതെ ഇപ്പൊ IC കമ്മിറ്റിയും അതും ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിനകത്ത് ഏറ്റവും വലുത് IC കമ്മിറ്റിക്ക് നമ്മള് പറ്റില്ല. അപ്പൊ പുറമേ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് പിന്നെ ആ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കല്ലാതെ ആർക്കറിയാനാ. പക്ഷെ പുറമേ ഉള്ള ആൾക്കാർ വന്നിട്ടാണ് IC കമ്മിറ്റി ഉണ്ടാക്കി. പക്ഷെ അവരെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാം നോക്കി കണ്ട് ചെയ്യും, സെറ്റിൽ പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ. കാരണം മെയിൻ ആർട്ടിസ്റ്റുകളുടെ കാര്യമൊക്കെ എപ്പോഴും ഡീൽ ചെയ്ത് പോകും. അല്ലാതെ സ്ത്രീകളൊക്കെ ചിലപ്പോ അയ്യോ എന്താ ചെയ്യാ ചോദിക്കാനും മടി അറിയാത്ത, അപ്പൊ അതൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇതാണ് സെറ്റിൽ തന്നെ ഉണ്ടല്ലോ ഫുൾ ടൈം. അപ്പൊ നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കി അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ നമ്മുടെ ഒരു കണ്ണിങ്ങനെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ തന്നെ പോയി അവരോട് പറയും വേണ്ട, അവക പരിപാടികളൊന്നും വേണ്ട എന്ന് ഇട്ടൊക്കെ പോയി. ഞാൻ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയതുകൊണ്ട് അപ്പം അത് ആ രീതിയിൽ തന്നെ അതങ്ങ് ഡീൽ ചെയ്ത് വിടും. ഓക്കെ, അപ്പൊ അവരുടെ സേഫ്റ്റി എന്താണെങ്കിലും മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ഈ പ്രതിഫലത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഒരു സ്ത്രീകൾക്ക് എപ്പോഴും പ്രതിഫലം കുറവാണ്. അതിപ്പോൾ മെയിൻ ലീഡ് റോളിൽ വരുന്ന ആളാണെങ്കിലും ഒക്കെ അതിപ്പോൾ പുരുഷന്മാർക്ക് കൂടുതലാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് ടോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് അതിനെക്കുറിച്ച്? അതിൻ്റെ ഒരു മെയിൻ ബിസിനസ് എന്ന് പറയുമ്പം മെയിൽ ആർട്ടിസ്റ്റിന് വെച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോഴും അങ്ങനെയാണല്ലോ. ഡെഫിനറ്റ്ലി ആ ഒരു റെമ്യൂണറേഷൻ സൈഡ് വരുമ്പോൾ മെയിൽ ആർട്ടിസ്റ്റ് തന്നെയാണ് കൂടുതൽ. അല്ല, അവർക്ക് കഴിവും പോപ്പുലാരിറ്റിയും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അതിന്റെ ഒരു ബിസിനസ് സൈഡ് ആലോചിക്കുമ്പോൾ നമുക്ക് ബേസിക്കലി ഇതാണ് ബിസിനസ്സാണ് അതിനകത്ത്. ഈ മഞ്ജുജി പൈസ കൂടുതൽ വാങ്ങിക്കുന്നുണ്ടല്ലോ എന്താ അതിനനുസരിച്ചുള്ള പോപ്പുലാരിറ്റിയും സ്റ്റാർ വാല്യൂയും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പൈസ ചോദിച്ചാൽ അത് കൊടുക്കും ആൾക്കാർ. പിന്നെ വേറെ എന്താ വെച്ചാൽ പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റ് അവർക്ക് വേറെ ലെവലാണ്. അത് പക്ഷേ നമ്മളെ ഈ മലയാള ഇൻഡസ്ട്രിയിൽ ചോദിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ആ ഒരു എമൗണ്ട് ഇവിടെ ചോദിക്കുമ്പോൾ. കാരണം നമ്മളെ ഇൻഡസ്ട്രി വളരെ ചെറുതാണല്ലോ. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇത്ര ചെറിയ ഇൻഡസ്ട്രി ആണെങ്കിലും നല്ല സിനിമകൾ കൊടുക്കുന്നവർ ഫെബ്രുവരി മാസം നോക്കിയാൽ തന്നെ എല്ലാം നല്ല സിനിമകളാണ്. അത്രയും ഒരു നല്ല ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഒരു ഫീമെയിൽ ഓറിയന്റഡ് കഥകൾ വരുന്ന സമയത്ത് അത് നിങ്ങൾ എങ്ങനെയാ അതിനെ കാണുന്നത്? ഏറ്റവും കൂടുതൽ വരുന്നത് അതാണ് പ്രശ്നം. ഞങ്ങൾക്ക് വരുന്നത് മൊത്തം അതാ. ഞങ്ങളെ അവസ്ഥയോ അത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് അറിയില്ല, അതേ വരുള്ളൂ എന്നുള്ളത്. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ അതേ വരുന്ന. അല്ല, ഫീമെയിൽ ഓറിയന്റഡ് വരുമ്പോഴാണല്ലോ കൂടുതൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് കൂടുതൽ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടും. ഈ പറഞ്ഞ പോലെ ഒക്കെ അവരുടെ കഥകൾ കൂടുതൽ ഉന്നയിക്കപ്പെടും. സത്യം പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആൺകുട്ടികളുടെ കഥകൾ എത്രമാത്രം അറിയുന്നുണ്ട്, അവരുടെ ജീവിതം നമ്മൾ എത്ര അറിയുന്നുണ്ട്. കാരണം അവരൊരു ഫ്രണ്ട്ഷിപ്പ്, അവരൊരു രീതികൾ, അങ്ങനെ എത്രമാത്രം സ്ത്രീ കഥകൾ വന്നിട്ടുണ്ട്, സ്ത്രീകളുടെ സ്റ്റോറീസ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമം തോന്നി, എന്തൊക്കെ ലെയറുകളുണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും ഈ സ്ത്രീ കഥാപാത്രങ്ങളുള്ള പടങ്ങൾ അങ്ങനെ അധികം ഓടില്ല. അതാണ് വേറെ ഒരു പ്രശ്നം. നമ്മളിങ്ങനെ എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും സ്ത്രീ ആണെങ്കിൽ വലിയ ഒരു ഇതായിട്ട് ഓടുന്ന കണ്ടിട്ടില്ല എന്നുള്ള. ഓക്കെ.
അപ്പൊ ഓട്ടോമാറ്റിക്കലി പിന്നെ ഒരു പ്രൊഡ്യൂസർക്ക് എടുക്കാനൊരു ഒരു ബിസിനസ് ആയിട്ട് ചിന്തിച്ചിട്ട് തന്നെയാണ് നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്തിട്ട്. അതെ. സോ സ്ത്രീ കേന്ദ്രീകൃത സ്ക്രിപ്റ്റ് ഇല്ലാത്ത പ്രശ്നമില്ല അല്ലെ? അങ്ങനെ സ്ക്രിപ്റ്റ് ഒരുപാട് കഥകൾ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സിനിമകളിൽ സ്ത്രീ കഥാപാത്രത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ചെയ്ത RDXലായാലും മഹിമ അഭിനയിച്ച ക്യാരക്ടർ നല്ല ഒരു ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടല്ലോ. മഹിമ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ഈ മിന്നൽ മുരളിയിലായാലും ബ്രൂസ്ലി ബിജി എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്ത 2 പടവും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അതെ. ഓക്കെ. ഇപ്പോ നിങ്ങൾ നിർമ്മാതാക്കളാണ്, നമുക്കറിയാം ആക്ടേഴ്സും നിർമ്മാതാക്കളായിട്ട് ഒരുപാടുണ്ട്. ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട് പുതുതായിട്ടൊക്കെ. അതിനെങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണണേ? ആക്ടേഴ്സ് വരുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും വലിയൊരു ഭീഷണി ഇപ്പോൾ എന്ന് പറയുന്ന കോർപ്പറേറ്റ്സ് വരുന്നതാണ്. ആക്ടേഴ്സ് ഉണ്ട്. ആക്ടേഴ്സ് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അല്ലാത്ത ആക്ടേഴ്സ് വളരെ കുറവാണ്. അപ്പം നമുക്കൊക്കെ കിട്ടുന്ന സിനിമകളും ചുരുക്കമാണ്. അപ്പം അതുകൊണ്ട് ഇവര് വേണ്ട എന്ന് വെക്കുന്ന സിനിമകൾ മാത്രമല്ലേ നമ്മളുടെ അടുത്തേക്ക് വരുന്നുള്ളൂ. അപ്പം ഒരു കൂടിപ്പോയ ഒരു 20 സെയിലബിൾ ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഈ 20 പേരുടെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ചുള്ള സിനിമകളെ ഉണ്ടാവുന്നുള്ളൂ. അവര് റിജക്ട് ചെയ്യുന്ന സിനിമകളെല്ലാം നേരെ ചവിട്ടുകോട്ടയിലേക്കാണ്, പിന്നെ അത് സിനിമയാവുന്നില്ല. അപ്പം ഇതിനകത്തൊരു കൂടുതൽ പേരും പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടാത്ത സിനിമകളാണ് നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്. ഇത് കൂടാതെ ഇപ്പൊ കോർപ്പറേറ്റ്സ് ഇവിടെ വന്ന് ഓഫീസും തുടങ്ങി കാര്യമായിട്ട് ചെയ്യാണ്. അപ്പൊ നമ്മളെ പോലുള്ള കോർപ്പറേറ്റ്സ് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടംപോലെ പൈസ വാരി വിതറിയായിരിക്കും വരുന്നത്. അത് വന്ന് അവർ ഇൻഡസ്ട്രി അങ്ങോട്ട് കൈയടക്കിയതിന് ശേഷം പിന്നെ ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കും. അപ്പോഴേക്കും നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അപ്പോഴേക്കും തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു ചോയ്സ് ഉള്ളൂ. ഒരു ആഫ്റ്റർ 5 years ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. എങ്ങനെയായിരിക്കും ഇനി ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു നിലനിൽപ്പ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അല്ലാത്തവരൊക്കെ ഓക്കെ. അല്ലാത്ത ഇപ്പം അല്ലെങ്കിൽ ഒരുപാട് പൈസ നമ്മുടെ കയ്യിലുണ്ടാവണം, അത് കളയാൻ റെഡി ആയിരിക്കണം. എന്നാൽ പോലും കോർപ്പറേറ്റ്സിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഇപ്പൊ ഓൾറെഡി സ്റ്റാർട്ടഡ്. ലൈക്ക് അവരിവിടെ കൊച്ചിയിൽ ഓഫീസസ് തുടങ്ങി, സിനിമകൾ ടൈഅപ്സ് ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി, ഒത്തിരി പേര് തുടങ്ങി. അപ്പം ബാക്കിയുള്ള ഫിലിം മേക്കേഴ്സ് ആലോചിക്കുന്നത് ഈ കോർപ്പറേറ്റ്സിന്റെ അടുത്ത് പോയി അവർക്കൊരു പ്രോപ്പർ പ്രസന്റേഷൻ കൊടുത്ത ആ സാധനം ഓക്കെ ആയി, ത്രൂ ആയി. ആ സമയം നമ്മുടെ അടുത്ത് വന്നാൽ 100 സ്ക്രൂട്ടിനിയാണ്. ഇതെന്തിനാ അത് ചെയ്യുന്നത്, അതെന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നത്, ഇതിന്റെ ആവശ്യമുണ്ടോ, ഇവിടെ ജിപ്പിന്റെ ആവശ്യമുണ്ടോ, ഇവിടെ അതുണ്ടോ ഇതുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നു. എന്തിനാ ഇങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോകണം, ഞങ്ങൾക്ക് കോർപ്പറേറ്റ്സിന്റെ അടുത്ത് പോയാൽ പോരെന്നല്ലേ അവർ ചിന്തിക്കുള്ളൂ. അതാണ് ഇനി ഒരു നെക്സ്റ്റ് ഒരു 3 to 5 years ഒരു വലിയ മേജർ ചേഞ്ച് ഇവിടെ ഉണ്ടാവാം. കാര്യം ചെറിയ ചെറിയ സിനിമകൾ കുറയും. ഇനി വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മാത്രം. നമ്മുടെ ഇവിടെ കണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണിത്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പോൾ. ഇനി ചെറിയ ചെറിയ ഒരു 3 to 4 crores വരുന്ന സിനിമകളെല്ലാം പയ്യെ ഇല്ലാണ്ടാവും. എന്നിട്ട് നമ്മളിപ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന വലിയ സിനിമകളായിട്ടായിരിക്കും. KGF പോലത്തെ പടങ്ങൾ, അങ്ങനത്തെ പടങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പൊ അതിന് പൈസ ഇറക്കാനും ഇവിടെ കോർപ്പറേറ്റ്സ് വരുന്നുമുണ്ട്. അപ്പൊ പിന്നെ അതായിരിക്കും ഇവിടുത്തെ ഒരു സ്ഥിതി. പിന്നെ ഉണ്ടാവുന്നത് ചെറിയ ചെറിയ കുഞ്ഞു സിനിമകളായിരിക്കും, OTT സിനിമകൾ. ഇതിന് രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു, നല്ല കണ്ടന്റ് ഉണ്ടാവുന്ന ഒരു കാറ്റഗറി. അത് ചിലപ്പോൾ പയ്യെ കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഒരു കൊറോണ സമയത്താണ് നമ്മൾ പിന്നെ അടുത്ത OTT എന്നുള്ളൊരു സംഭവം. ഈ OTT ശരിക്കും അനുഗ്രഹമായിരുന്നോ അതല്ലെങ്കിൽ ഒരു പണിയായിട്ടാണോ? ഒരു നിർമ്മാതാവിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കാണണേ. OTT സമയത്താണ് മിന്നൽ മുരളി ഇറങ്ങുന്നത്. ആ ടൈമിലാണ്, കോവിഡ് ടൈമിൽ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് എന്താ പറയണ്ട, ഒരു ആ പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്കൊരു വേൾഡ് വൈഡ് റെക്കഗ്നേഷൻ കിട്ടി ആ മൂവിക്ക്. ശരിക്കും ഞങ്ങൾ തിയേറ്റർ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്ത മൂവി ആയിരുന്നു. പക്ഷേ ആ കോവിഡ് സിറ്റുവേഷനിൽ 50% കപ്പാസിറ്റിയിലൊക്കെ തിയേറ്റർ തോന്നപ്പോൾ നമുക്ക് ആ സിനിമ അങ്ങനെ ഇറക്കാൻ പറ്റുന്നൊരു സിനിമ ആയിരുന്നില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നെറ്റ്ഫ്ലിക്സുമായിട്ട് അങ്ങനത്തെ ഒരു കൊളാബിൽ അത് ആ പ്ലാറ്റ്ഫോമിൽ കൊടുത്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നു, തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള. പക്ഷേ അതിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു, കൂടുതൽ ആളുകളിലെത്തി. അപ്പം അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായി. അങ്ങനെ എക്സ്ട്രാ നമുക്ക് അങ്ങനെ ഒരു
അതെ, ഇത് കൂടുതൽ ആളുകളിൽ എത്തുക എന്ന് പറഞ്ഞാൽ പല രാജ്യത്തുള്ളവർ കാണുക. അപ്പൊ അത് കാരണം ശരിക്കും OTT നല്ല തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് കുറച്ച് എന്താ പറയാ, ഒരു ഈ തിയേറ്ററിൽ ഇത്ര ദിവസത്തിൽ നിന്ന് മാറ്റുക എന്ന് പറയുമ്പം അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള മാതിരി തോന്നുന്നുണ്ട്. കാരണം നല്ല പടങ്ങൾ ഇത്ര 28 ഡേയ്സിൽ പിന്നെ തിരിച്ച് OTTയിൽ കയറുമ്പോൾ ആൾക്കാർ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തിയേറ്ററിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ OTTക്ക് അല്ലാതെ ഇപ്പൊ അവർക്ക് വലിയ താല്പര്യവും ഇല്ല. കാര്യം തിയേറ്ററിലും ഇറങ്ങി, എല്ലായിടത്തും ഇറങ്ങിയ ഒരു സാധനം പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് അവരുടെ കയ്യിലോട്ട് കിട്ടുന്നത്. പിന്നെ അതിന് എത്ര ഓഡിയൻസിനെ കിട്ടാനാ? അപ്പൊ അവര് അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതൽ OTTസും വെബ് സീരീസിലേക്ക് ഇറങ്ങിയേക്കുന്നത്. അപ്പൊ അത് അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് അവർക്ക് കണ്ടന്റ് കിട്ടുവാണല്ലോ. പിന്നെ OTT വന്നപ്പോ പുതിയൊരു പ്ലാറ്റ്ഫോം വന്നു, പുതിയൊരു സ്ട്രീം ഓഫ് ഇത് വന്നു. നമുക്കൊരു പൈസ സിനിമയിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ. ഇപ്പൊ എനിക്ക് തോന്നുന്ന ആടാണ് ഞാൻ ഫസ്റ്റ് OTT കൊടുത്ത സിനിമ. അന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു OTT എന്ന് പറഞ്ഞിട്ട് വന്നു. അതെന്ത് സാധനം എന്ന് പറഞ്ഞപ്പോ ഓവർ ദ ടോപ്പ്, എന്തോ ഓവർ ദ ടോപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം അതിൽ കൊടുക്കാൻ 5 ലക്ഷം രൂപയ്ക്കാണ് ആട് എന്ന് പറഞ്ഞ സിനിമ OTT കൊടുത്തത്. അന്ന് നമുക്കറിയില്ല, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ആ സമയത്ത്. എന്നിട്ട് നമ്മളൊരു പുതിയ നമ്മൾ മാത്രം കൊടുത്തു 5 ലക്ഷം. ഭയങ്കര ലോട്ടറി ആയിരുന്നു. അല്ല, അത് ചിലപ്പോ നിങ്ങള് ഇറക്കുന്നതിന്റെ മുന്നേ കിട്ടിയിട്ടുണ്ടാവും. അല്ലല്ല, ഇറങ്ങി കുറേ നാളുകൾക്ക് ശേഷം, ഇറങ്ങിയല്ലോ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ആട്. അപ്പൊ അവര് എന്നിട്ട് പറഞ്ഞു നമ്മൾ ഇതിനു മുമ്പ് എടുത്ത സിനിമകളെല്ലാം കൂടെ, അതായത് മുദ്ദുകാവ് വരെയുള്ള സിനിമകളെല്ലാം കൂടെ അതെല്ലാം കൂടെ ഒരു 5 ലക്ഷം രൂപയ്ക്ക് തരുമെന്ന്. ഓക്കെ എടുത്തോ, അതും എടുത്തോ 5 ലക്ഷം രൂപ. അത് 10 ലക്ഷം രൂപയ്ക്ക് ഇത്രയും സിനിമകളും കൊടുത്തു. അറിയില്ല, ആരും കേട്ടിട്ട് പോലും ഇല്ല ആ സമയത്ത്. ഓവർ ദ ടോപ്പ് ഒന്നും ആരും കേട്ടിട്ട് പോലും ഇല്ല ആ സമയത്ത്. ഒരാൾ വന്നിരുന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോ ഓക്കെ 10 ലക്ഷം രൂപ വെറുതെ കിട്ടുകയല്ലേ, അപ്പൊ ഒന്നും ഇല്ലാതിരുന്നൊരു സാധനം 10 ലക്ഷം രൂപ കിട്ടുകയല്ലേ എന്ന് ഓർത്ത് കൊടുത്തു. പക്ഷെ പിന്നെയാണ് ഇതെന്താണെന്നും അറിഞ്ഞു വന്നത്. ഇപ്പൊ എന്താ, സാറ്റലൈറ്റിന് ഇല്ലായി. സാറ്റലൈറ്റിന് ഇപ്പൊ ഒരു സമയത്ത് 2010-ലൊക്കെ 10, 11, 12 ആ സമയത്തൊക്കെ സാറ്റലൈറ്റ് ആയിരുന്നു. സാറ്റലൈറ്റ് അപ്പൊ അതായത് സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പം സാറ്റലൈറ്റ് ഇല്ല, ഇപ്പൊ OTT ആയി. അപ്പൊ ഇപ്പം OTT വന്നപ്പോ എന്താ, മുക്കിന് ആളുകൾ OTTക്ക് കഥകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിന്റെ സമയത്തുണ്ടായിരുന്ന അതേ അവസ്ഥയാണ് ഇപ്പോഴും. നമ്മൾ OTTയുടെ അവരുടേക്ക് ചെല്ലുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആരാ എന്നുള്ളതാണ് അവർക്കും ആദ്യം അറിയേണ്ടത്. ഇപ്പൊ വീണ്ടും ആ പഴയ ബാക്ക് ടു സെയിം സിറ്റുവേഷൻ. ഈ ആർട്ടിസ്റ്റ് ഡ്രിവൻ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി കുറച്ച് കാര്യങ്ങളും ഉണ്ട്. സിനിമ കുറച്ചുകൂടി സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത് തിയേറ്ററിൽ തന്നെയാണ്. അതെ അതെ, തീർച്ചയായും. അതൊരു പ്രത്യേക ഫീലാണ്. ഇപ്പൊ കുറച്ച് നമ്മള് ഓഡിയൻസ് കുറച്ചും കൂടി അതിലേക്ക് പഴയ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെ. ഒരു പോപ്കോൺ ഒക്കെ കഴിച്ച് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സുഖം അത് വേറെയാണ്. കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ പൊയ്ക്കൊണ്ടേയിരിക്കും. പോവാതിരുന്നു കഴിഞ്ഞാൽ പോത്തേ ഇല്ല. അതെ, ഇപ്പൊ പ്രായമായിട്ടുള്ളവരൊന്നും ഇപ്പൊ മടിച്ചു തുടങ്ങി ഇങ്ങനെ OTTയിൽ കാണാനാണ്. അങ്ങനെ അതാണ് അത് ഇപ്പൊ ഈ OTTക്കാര് വാങ്ങിച്ചു കഴിഞ്ഞ ഉടനെ അനൗൺസ് ചെയ്യുകയും കൂടി ചെയ്യും. ഓക്കെ, അനൗൺസ് ചെയ്തു. ഇപ്പൊ ഈ 1 മാസം കഴിയുമ്പോഴേക്കും അപ്പൊ ഇന്ന ഇതിൽ കാണാം. ഇവർ അനൗൺസ് ചെയ്തില്ലേ കുഴപ്പമില്ല. ഓക്കെ, തിയേറ്റർ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ ഇനിയിപ്പോ അത് പോയിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ആൾക്കാർ 100 പടം വരുന്നതില് അതിലാകെ കുറച്ച് പടേ OTT എടുക്കുന്നുള്ളൂ. അപ്പൊ ഇത് വെയിറ്റ് ചെയ്യുന്നവര് ശരിക്കും മിസ് ചെയ്യാണ് കുറെ പടങ്ങള്. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാർ വാല്യൂ, അതുപോലെ എൻ്റെ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയായിരിക്കും ഓരോ ആർട്ടിസ്റ്റുകളും അവരുടെ പേയ്മെൻറ്റ് പറയുന്നുണ്ടായിരിക്കുക. തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ മെയിൻ ലീഡ് റോളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് റേറ്റ് കുറച്ചിരുന്നെങ്കിൽ? ഇപ്പം ഒരു അവസ്ഥ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സിനിമ നമുക്ക് ഈ ഒരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ദ മൂവി നമ്മളത് ഹിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഓക്കെ, ഒരു പേയ്മെന്റ് നമ്മൾ കൂടുതൽ തരാമെന്നുള്ള ആ ഒരു ഡീലിംഗ് ഒക്കെ നടക്കുമോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പഠിച്ച പണി 18 എല്ലാം നോക്കിയിട്ടുണ്ട്. അല്ല, ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി മലയാളം ഇൻഡസ്ട്രീന്റെ ഒരു വലുപ്പം നോക്കണമല്ലോ. അതിനനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇത് അവരതൊന്നും അങ്ങനെ നോക്കാണ്ടാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 100 കോടിയുടെ സിനിമ എന്നൊക്കെ പറയുമ്പോഴേ അതിനകത്തൊരു 75 കോടിയെങ്കിലും ആർട്ടിസ്റ്റ് പേയ്മെന്റ് ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ബാക്കിയാണ് ഈ പറയുന്ന ടെക്നീഷ്യൻസിലേക്കും സിനിമയിലേക്കും. ടെക്നീഷ്യൻസും പോയി കഴിഞ്ഞ് പിന്നെ സിനിമയിലേക്ക് എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നല്ലോ. നമ്മളിപ്പോൾ 100 കോടിയുടെ സിനിമ, 150 കോടിയുടെ സിനിമ എന്നൊക്കെ പറയും. ഈ സിനിമയിൽ എവിടെ ഇത്രയും പൈസ
എന്ന് ആലോചിക്കുമ്പം ഈ പോയേക്കുന്ന പൈസ മുഴുവൻ ഇങ്ങനെയാ. പക്ഷെ മെയിൻ ആർട്ടിസ്റ്റുകളുടെ പോട്ടെ, അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബിസിനസ് ഉണ്ട്, അവർക്കൊരു സെയിൽ വാല്യൂ ഉണ്ടെന്ന് പറയാം. അതല്ലാതെ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്, അവരൊക്കെ പെർ ഡേ 2 lakhs 3 lakhs എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ അത് നമ്മളിങ്ങനെ പെർ ഡേ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ മെയിൻ ലീഡ് ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും ഇവർ വാങ്ങിക്കുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് ഈ പെർ ഡേ ഒക്കെ ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഒരു സിനിമയായിട്ട് കണ്ടതിൽ വർക്ക് ചെയ്യുക, ഇപ്പം ചിലപ്പം ഒരു പ്രൊഡ്യൂസറിന്റെ കുഴപ്പം കൊണ്ടല്ലാതെ, പ്രൊഡ്യൂസറുടെ കുഴപ്പം കൊണ്ടാണെങ്കിൽ ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് കൂടി അപ്പൊ ഇച്ചിരി പൈസ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലാതെ വേറെ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എല്ലാം കൂടിപ്പോകും. അപ്പം ഈ പെർ ഡേ 2 lakhs 3 lakhs ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി, കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ എത്ര രൂപയാവും. അപ്പൊ അതൊക്കെ ഒരു പ്രോജക്റ്റിന്റെ ഒരു എമൗണ്ട് പറയുക കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നില്ലേ പെർ ഡേ പറയുന്നതിനെക്കാട്ടിലും? സിനിമയെ സ്നേഹിക്കുന്നവർ വളരെ കുറവാണ് ഇപ്പം. പണ്ട് സിനിമയായിരുന്നു ആളുകൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു, നല്ല സിനിമകൾ ഉണ്ടാവണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, കൂടുതൽ പ്രോജക്ട്സ് ചെയ്യണം, കൂടുതൽ കാശ് ഉണ്ടാക്കണം, കൂടുതൽ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പൊ ഞാൻ ഈ ചെയ്ത സിനിമകളൊക്കെ വലിയ സ്റ്റാർസിനെ വെച്ചല്ല ചെയ്തത്. അപ്പം എനിക്ക് ആ ഒരു പാർട്ടിൽ അങ്ങനെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല, അങ്ങനെ സംസാരിക്കാനായിട്ട്, മനസ്സിലായി. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് ആന്റണി വർഗീസിനെ വെച്ചിട്ടുള്ള പ്രോജക്റ്റാണ്. അപ്പം നമ്മളുമായിട്ട് നല്ല കോപ്പറേറ്റീവായിട്ട് നിൽക്കുന്നു. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ ഫേസ് ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ ഓക്കെ നമുക്കിത് കൂടുതലാണ് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കാം. അതുപോലെ നമ്മൾ പറയുമല്ലോ ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ എന്ന് പറയാൻ പറ്റുന്നത് ഏത് തരം ഡയറക്ടേഴ്സ്? നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇത് ശരിക്കും പ്രൊഡ്യൂസറുടെ ഒപ്പം അത്രയും കംഫർട്ടബിളായി നിൽക്കുന്ന ഡയറക്ടറാണ്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീൽ ഉണ്ടോ? അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഇതിനൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ സിനിമ ചെയ്യാന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല, അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ കൂടുതൽ ചെയ്തേക്കുന്നത് പുതിയ ഡയറക്ടേഴ്സിനെ വെച്ചിട്ടാ. അപ്പൊ അവര് നമ്മളെ കൂടുതലും ഭയങ്കര റെസ്പെക്റ്റോടെയും അങ്ങനെയൊക്കെയാ കാണുന്നത്. പ്രോജക്റ്റ് നന്നായി വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ അതിനെ നോക്കി കണ്ടേ ചെയ്യണ്ടാവുള്ളൂ. പിന്നെ ശരിക്കും ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഈ ഡയറക്ടേഴ്സ് കുറച്ച് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ കൂടുതൽ കുറച്ചും കൂടി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ സൈഡ് എങ്ങനെയാണെന്നുള്ളത്. അല്ലെ, പുതിയ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് അല്ലേ, അപ്പം അവർക്ക് അത് മാക്സിമം നന്നായി വരണം, പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ അത് കാരണം പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ജിബു ജേക്കബ് ആയിരുന്നു, മുന്തിരിവള്ളികൾ തളർക്കുന്നത്. അപ്പൊ ജിബു ഓൾറെഡി ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും നമ്മൾ ലാലേട്ടനെ വെച്ചിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്. അപ്പം ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും അതിന്റെ ബഡ്ജറ്റും അത്രയും ഉണ്ടാവും. അപ്പം അതുപോലെ കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോയാൽ അനാവശ്യ വാശികളില്ലാതെ പോയാൽ മതി നമുക്ക്, അത്രേ ഉള്ളൂ. ചിലവർക്ക് ഭയങ്കര ഇതായിരിക്കും, അങ്ങനെ വേണം ഇങ്ങനെ വേണം, അതില്ലാണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആണല്ലോ. അപ്പൊ അതുമാതിരി നോക്കി അങ്ങനെ ചെയ്ത് പോയാൽ മതി എന്നുള്ളൂ, ബഡ്ജറ്റ് കയറാതെ രീതിയിൽ. ഈ പ്രൊഡ്യൂസേഴ്സ് സെറ്റിൽ നിൽക്കുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല്, ഇപ്പം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും ആ സീനിന് അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിലപ്പം ഇവര് പെട്ടെന്ന് വന്നിട്ട് പറയും നമുക്ക് ഇവിടെ ഒരു ജിബ് കിട്ടിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഒരു എക്യുപ്മെന്റ് വേണമെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല, നമുക്ക് അത് എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ. റെന്റിന് എടുത്തിട്ട് അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടാവും, അന്ന് എടുക്കൂല ഷൂട്ട്, പിറ്റേ ദിവസം എടുക്കുള്ളൂ. ഇതൊക്കെ ഇല്ലാണ്ടാക്കണമെങ്കിൽ നമുക്കൊരു നോട്ടം ഉണ്ടായാൽ നല്ലതാ. നമ്മുടെ മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സ് നേരിടുന്ന വലിയ ചാലഞ്ച് എന്താണ്? ചാലഞ്ച് ഉണ്ടോ? അല്ലേ, ഇത് തന്നെ പാൻ ഇന്ത്യ ടൈപ്പില് നമുക്ക് ഇറക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. ചാലഞ്ച് എപ്പോഴും കോണ്ടന്റ് തന്നെയാണ്, നല്ല കോണ്ടന്റ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. നല്ല കഥ കിട്ടുക, പിന്നീടാണ് ബാക്കി ചാലഞ്ചസ്. അതെ, ബാക്കിയുള്ള ചാലഞ്ച്. നിങ്ങളുടെ വരാനിരിക്കുന്ന പ്രോജക്റ്റുകളെ കുറിച്ചിട്ട് പറയാം. എൻ്റെ ഇനി അടുത്ത വരുന്നത് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ് ഷെയ്ൻ നിഗം, ഷൈൻ ടോം ചാക്കോ, മഹിമ നമ്പ്യാർ ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഒരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി ഫാമിലി മൂവി, മീശ മാധവനൊക്കെ പോലെ അങ്ങനൊരു ഫാമിലി കോമഡി അങ്ങനൊരു മൂവിയാണ്.
അപ്പം എനിക്ക് അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ പാറ്റേൺ കറക്റ്റാണ്. ഫ്രൈഡേ പോലെ തന്നെ നല്ല നിലാവുള്ള രാത്രി കുറച്ച് പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, കുറച്ച് പേർക്കൊന്നും ഇഷ്ടമായില്ല, അങ്ങനെ ഒരു സിനിമ. രണ്ടാമത് മങ്കിപ്പെന്നായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ. അങ്ങനെയാണ് ഇപ്പൊ ലിറ്റിൽ ഹാർട്സ്. അപ്പൊ ആ പാറ്റേൺ കറക്റ്റായിട്ട് വരുന്നുണ്ട് വീണ്ടും. ഓക്കെ, അപ്പോ ഞങ്ങളത് ഇതുവരെ ഒന്നും ആയിട്ടില്ല, അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് നമ്മള്. അതെ അതെ, ഞങ്ങള് കുറച്ച് ടൈം എടുത്തിട്ട് എടുക്കുള്ളൂ, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്. ലാസ്റ്റ് ജാനകി കഴിഞ്ഞ ഏപ്രിലായിരുന്നു റിലീസ്. ഇനിയൊരു 1 or 2 years അങ്ങനെ നടക്കുന്നു. ഓക്കെ, സോഫിയ മാം ഒരു സെറ്റിന്റെ തിരക്കുന്ന് പാഞ്ഞെത്തിയിട്ടുള്ള ഒരാളാണ്. ഇപ്പം പ്രസന്റിൽ നമുക്ക് പ്രൊഡക്ഷൻ നമ്പർ 7 അങ്ങനെയാണ്, ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല. ആന്റണി വർഗീസിന്റെ ആണ്. അതിനകത്ത് നമുക്ക് കന്നഡയിൽ നിന്ന് രാജ്ബി ഷെട്ടി ഉണ്ട്, പിന്നെ തമിഴിൽ നിന്ന് ഷബീർ കല്ലറക്കലിലെ മറ്റേ സറപ്പട്ടയിൽ ഡാൻസിങ് റോസ് ആയിട്ട് അഭിനയിച്ച. അപ്പം അങ്ങനെ അങ്ങനത്തെ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇങ്ങനെ 2-3 പ്രോജക്ട്സ് ഒക്കെ ഉണ്ട് ലൈൻഡ് അപ്പ്, അതൊക്കെ ഇനി കഴിഞ്ഞിട്ട്. എനിവേ 3 പേർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ്. ഒരുപാട് നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമാവാൻ പറ്റട്ടെ, നല്ല പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് തരാൻ പറ്റട്ടെ. ആൻഡ് ഒരിക്കൽ കൂടി വിമൻസ് ഡേ വിഷ് തരുകയാണ്. ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതൊരു എനർജി ക്യാപ്സ്യൂളായിട്ട് കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. ഹാപ്പി വിമൻസ് ഡേ.